എന്റെ മാത്രം. രചന ബിന്ധ്യ ബാലൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ഇപ്പൊ എങ്ങനെയുണ്ട് ഡോക്ടർ? പ്രോബ്ലം ഒന്നുമില്ലല്ലോ? കാഷ്വാലിറ്റിയിലെ ഡ്രസ്സിംഗ് റൂമിൽ നിന്നിറങ്ങി വന്ന ഡോക്ടറോട് വെപ്രാളപ്പെട്ടുകൊണ്ട് ചോദിക്കുമ്പോഴാണ് എടുത്തടിച്ച പോലെ ഡോക്ടർ മറുചോദ്യം ചോദിച്ചത്. പേഷ്യൻ്റെ ഹസ്ബൻഡാണോ നിങ്ങൾ? എൻ്റെ ടെൻഷനും പിന്നെ വെരികിനെ കൂട്ടിലിട്ട പോലെയുള്ള നടത്തവും കണ്ടാൽ ആരായാലും ചോദിച്ചു പോകും ഈ ചോദ്യം. സാരില്ല, പോട്ടെ എന്ന് സ്വയം ആശ്വസിച്ചുകൊണ്ട് ഞാൻ ഡോക്ടറോട് പറഞ്ഞു. പൊന്നു ഡോക്ടറെ, ആ കുട്ടി എൻ്റെ വൈഫൊന്നുമല്ല. വഴിയിലൊരു ആക്സിഡൻറ്റ്. എൻ്റെ കാറും ആ കുട്ടിയുടെ സ്കൂട്ടിയായിട്ട് ചെറിയൊരു ക്ലാഷ്. അങ്ങനെ കൊണ്ടുവന്നാണ്. ഓഹോ, അപ്പോൾ ആക്സിഡൻറ്റ് കേസാണല്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്കിത് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. ഒരു പെൺകുട്ടിയെ വണ്ടി ഇടിപ്പിച്ചിട്ട് താൻ അങ്ങനെ ഇപ്പോൾ എസ്കേപ്പ് ആവണ്ട. ഞാൻ പറഞ്ഞൊക്കെ കേട്ട് പോക്കറ്റിൽ നിന്ന് മൊബൈൽ എടുത്ത് പോലീസ് സ്റ്റേഷൻ നമ്പർ ഡയൽ ചെയ്യാൻ ഒരുങ്ങിയ ഡോക്ടറിൻ്റെ കയ്യിൽ കയറി പിടിച്ച് വളരെ ദയനീയമായി ഞാൻ പറഞ്ഞു. ചതിക്കില്ലേ ഡോക്ടറെ, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തല്ല. കേസാക്കരുത് പ്ലീസ്. ആ കുട്ടിയുടെ മുഴുവൻ ട്രീറ്റ്മെൻറ്റ് ചെലവും ഞാൻ ചെയ്തോളാം. അതിനൊന്ന് ബോധം വന്നിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കി വീട്ടുകാരെ വിളിച്ചേൽപ്പിച്ചിട്ട് ഞാൻ പോവും. ഡോക്ടറാണേ സത്യം. ഒറ്റ ശ്വാസത്തിൽ എൻ്റെ പറച്ചിൽ കേട്ട് എൻ്റെ തോളിലും തട്ടി ചിരിച്ചുകൊണ്ട് ഡോക്ടർ പറഞ്ഞു. ഓക്കെ, താൻ പറഞ്ഞൊക്കെ ഞാൻ വിശ്വസിച്ചു. എന്തായാലും പേടിക്കാനൊന്നുമില്ല. ഇടത് കൈയിലെ തള്ളുവിരലിനും ചൂണ്ടുവിരലിനും ഒടിവുണ്ട്. പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. ട്രിപ്പ് കൊടുത്ത് കിടത്തിയിരിക്കുകയാണ്. അത് തീർന്ന ഡിസ്ചാർജ് ചെയ്യാം. ഡോണ്ട് വറി എന്ന് ഡോക്ടർ പറഞ്ഞു കേട്ടപ്പോഴാണ് അതുവരെ മേലോട്ട് നിന്നിരുന്ന ശ്വാസം നേരെ വീണത്. താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്. ഇനി ഞാൻ ആ കുട്ടിയൊന്ന് കയറി കണ്ടോട്ടെ? വലിയൊരു ദീർഘനിശ്വാസത്തോടെ ഞാൻ ഡോക്ടറോട് അനുവാദം ചോദിച്ചു. എന്നെ നോക്കിയൊന്ന് ചിരിച്ചിട്ട് കയറി കാണാൻ അനുവാദം തന്ന് നടന്നു പോകുന്ന ഡോക്ടറെ നോക്കി നിൽക്കുമ്പോഴാണ് പിന്നിൽ നിന്ന് കൂട്ടുകാരുടെ വിളി കേട്ടത്. ഋഷി, ഡാ എന്തായി? ആ പെണ്ണിന് ബോധം വന്നോ അതോ തട്ടിപ്പോളിയാ? എന്നെ കണ്ടതും അടുത്തേക്ക് ഓടി വന്ന് എൻ്റെ തോളിൽ കുലുക്കിക്കൊണ്ട് അടുത്ത കൂട്ടുകാരൻ ആനന്ദ് ചോദിച്ചതും അവൻ്റെ തലക്കിട്ടൊന്ന് കൊടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞു. ഡാ ഡാഷുമോനെ, നിന്റെ കരിനാക്ക് വളച്ച് വേണ്ടാത്തൊന്നും പറയാതാ. ചുമ്മാ മനുഷ്യനെ പേടിപ്പിക്കാൻ. അവൾക്ക് കുഴപ്പമൊന്നുമില്ല. ഇടതേക്കൊരു പൊട്ടുണ്ട്. അതവർ പ്ലാസ്റ്റർ ഇട്ടു. ഇപ്പോൾ ട്രിപ്പ് എടുത്ത് കിടത്തേക്കുവാ. അത് തീർന്നാ പോവാം. പറഞ്ഞു നിർത്തിയിട്ട് പോക്കറ്റിൽ നിന്ന് കാറിൻ്റെ താക്കോലെടുത്ത് അവന്മാരെ ഏൽപ്പിച്ചു. ഡാ, നിങ്ങൾ വണ്ടിയായി പോയിട്ട് ആദ്യമായിട്ട് വണ്ടി ഏതൊരു വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട് ആ വഴി വീട്ടിലേക്ക് പോക്കോ. ആ പിന്നെ ആനന്ദേ, വണ്ടി നിന്റെ വീട്ടിലിട്ടാൽ മതി. ഞാൻ വന്ന് എടുത്തോളാം. ഞാനിനിപ്പോൾ എന്തായാലും അവിടെ വീട്ടിൽ നിന്ന് ആരും വന്നിട്ട് വരാം. നിങ്ങൾ ചെല്ല് എന്ന് പറഞ്ഞപ്പോൾ നിന്നെ തനിച്ചാക്കി പോവില്ലെന്ന് പറഞ്ഞ് പോവാൻ കൂട്ടാക്കാൻ നിന്ന കൂട്ടുകാരെ നിർബന്ധിച്ച് പറഞ്ഞയച്ചിട്ട് ഞാൻ കാഷ്വാലിറ്റിയിലേക്ക് ചെന്നു. സിസ്റ്റർ, കുറച്ചു മുമ്പ് ഒരു കുട്ടിയെ അഡ്മിറ്റ് ആക്കിയിരുന്നില്ലേ? ആളെ ഞാനാണ് കൊണ്ടുവന്ന്. ഒന്ന് കയറി കണ്ടോട്ടെ ഞാൻ. കാഷ്വാലിറ്റിയുടെ മുന്നിൽ അകത്തേക്ക് നോക്കി പരിങ്ങി നിൽക്കുന്ന എന്നെ കണ്ട് കണ്ണുരുട്ടിക്കൊണ്ട് പുരികമുയർത്തി കാര്യം ധരിക്കാൻ നേഴ്സിനോട് വളരെ ഭവ്യതയോടെ ഞാൻ ചോദിച്ചു. അകത്ത് കയറാനുള്ള അനുവാദം വാങ്ങി അവൾ കിടക്കുന്ന കട്ടിലിനരികിൽ ചെന്ന് നിന്നു ഞാൻ. ബെഡിനരികിലേക്ക് ഒരു സ്റ്റൂൾ വലിച്ചിട്ടിരുന്ന് ഞാൻ അവളുടെ മുഖത്തേക്ക് നോക്കി. ഗോതമ്പിന്റെ നിറമുള്ള പെണ്ണ്, ഇടതൂർന്ന പുരികങ്ങളും കൺപീരികളും, ഓറഞ്ച് അല്ലി പോലത്തെ ചുണ്ട്. കുറച്ചു നേരം കണ്ണുകൾ കൊണ്ട് അവളുടെ ഓമന മുഖമൊന്നൊഴിഞ്ഞ് ഞാൻ ആ ഇടത് കൈയിലെ പ്ലാസ്റ്ററിലേക്ക് നോക്കി. എനിക്കെന്തോ വല്ലാത്ത സങ്കടം തോന്നി. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ഞാൻ കാരണം ഒരു പെണ്ണ് ഈ അവസ്ഥയിലായല്ലോ എന്നൊരു കുറ്റബോധം മനസ്സിനെ വലവയ്ക്കാൻ തുടങ്ങുമ്പോഴാണ് ആ കൈ മെല്ലെ അനങ്ങുന്നത് കണ്ടത്. നോക്കുമ്പോഴുണ്ട് ഉണ്ടക്കണ്ണുരുട്ടി എന്നെ നോക്കി കിടപ്പാണ് അവൾ. ഞാൻ വെറുതെ ചിരിക്കാൻ ശ്രമിച്ചു. താനല്ലേ എന്നെ എറിഞ്ഞിട്ടത്? ഉണ്ടക്കണ്ണുകൾ ഒന്നുകൂടെ മിഴിച്ച് തക്കാളിച്ചുണ്ടകൾ കൂർപ്പിച്ച് ദേഷ്യത്തോടെയുള്ള അവളുടെ ആ ചോദ്യം കേട്ട് സത്യത്തിൽ എനിക്ക് ചിരിയാണ് വന്നത്. അവളോട് ഇഷ്ടം തോന്നുകയാണ് ഉണ്ടായത്. ചോദിച്ചു കേട്ടില്ലേ, ഇയാളല്ലേ എന്നെ എറിഞ്ഞിട്ടെന്ന്? എറിഞ്ഞിടാൻ താനെന്താ വല്ല മാങ്ങയോ മറ്റോ ആണോ? അവളെ ഒന്ന് ചോടിപ്പിക്കാൻ ഞാൻ തിരിച്ചു ചോദിച്ചു. പെണ്ണിന്റെ മുഖം ഒന്നുകൂടി ചുവന്നു. ദേഷ്യപ്പെടണ്ട, ഒരു കയ്യബദ്ധം പറ്റിയതാ. 1-2 കൊല്ലം കൂടുമ്പോൾ ലീവിന് വരുന്നൊരു പ്രവാസിയാണ് ഞാൻ. പേര് ഋഷി. ആക്ച്വലി എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ലീവിന് വന്ന മെയിൻ ഹോബി കൂട്ടുകാരെയും കുട്ടികളുടെ കറക്കമാണ്. അങ്ങനെ ഒരു കറക്കം കഴിഞ്ഞ് വരുമ്പോൾ ഇടയ്ക്ക് വെച്ചൊന്ന് വണ്ടി നിർത്തിയതാടോ. അവിടെ കുറച്ച് പിള്ളേർ കെട്ടുവന്ന് കളിക്കുന്ന കണ്ട് ഞാനൊന്ന് കൂടെ കൂടിയതാ. പന്ത് കാലുകൊണ്ട് ആഞ്ഞടിച്ചപ്പോഴായിരുന്നു തൻ്റെ എൻട്രി. ഞാനറിഞ്ഞോ താനപ്പോൾ അതിൻ്റെ ഇടയിൽ കയറി വരുമെന്ന്? ആഹാ, അപ്പൊ ഞാൻ കയറി വന്നാണ് ഇപ്പൊ കുറ്റായത്? എറിഞ്ഞ് വീഴ്ത്തിയും പോരാ. ദേ വീണ്ടും ഭദ്രകാളി കുറഞ്ഞുതുള്ളുന്നു. ഇതിന് ബോധം വരാതിരിക്കുന്ന നല്ലെന്ന് മനസ്സിൽ പറഞ്ഞ് അവൾക്കരികിലേക്ക് ഒന്നുകൂടി സ്റ്റൂൾ
ഇല്ലേ അവളെ കൈകളിൽ താങ്ങി തലയിനെടുത്ത് വെച്ച് അതിലേക്ക് ചാരിയിട്ടിട്ട് ഞാൻ പറഞ്ഞു, ഈ ട്രിപ്പ് തീർന്ന ദയെ ഡിസ്ചാർജ് ആക്കൂട്ടോ. അച്ഛൻ്റെയോ മറ്റോ നമ്പരെന്നാ ഞാൻ വിളിച്ചു പറയാം. എന്നിട്ട് അവരാലും വന്നിട്ട് ഞാൻ പോകുന്നുള്ളൂ. ഞാൻ പറഞ്ഞു കേട്ട് തലയൊന്ന് നാട്ടിയിട്ട് സ്വരം താഴ്ത്തി ഒരു സ്വകാര്യം പറയുന്ന പോലെ അവൾ പറഞ്ഞു, അതെ, ഒരു കണക്കിന് പറഞ്ഞാൽ മാഷെന്നെ രക്ഷിച്ചതാ. എങ്ങനെ? ഒരു സ്വകാര്യം പോലെ ഞാൻ കാരണം തിരക്കി. അതെ, എനിക്കൊരു കല്യാണാലോചന വന്നിട്ടുണ്ടേ. ആ കോന്തൻ നാളെ എന്നെ കാണാൻ വരുന്നുണ്ട്. എങ്ങനെയും ഈ പെണ്ണുകാണലിൽ നിന്ന് രക്ഷപ്പെടാൻ വഴിയാളിച്ച് വരുമ്പോഴാ ഈ ആക്സിഡന്റ്. ഇനിയിപ്പോൾ ഒടിഞ്ഞ കൈ വെച്ച് ആ കോന്തന്റെ മുന്നിൽ പോയി നിൽക്കാൻ പറ്റൂല എന്ന് പറയാലോ. എങ്ങനെയുണ്ട്? കുരിപ്പ് കൊള്ളാലോ. ഞാൻ മനസ്സിലോർത്തു. അവളോടുള്ള ഇഷ്ടം കൂടി വരുന്ന പോലെ. എങ്കിലും മനസ്സിലൊരു സംശയം. ഈ ആലോചന മുടങ്ങാൻ പ്രാർത്ഥിക്കണമെങ്കിൽ കാന്താരിക്ക് വേറെ ആരോടും ഇഷ്ടം കാണും. ദൈവമേ! ഓർത്തപ്പോൾ നെഞ്ചിനൊരു ഭാരം. സംശയം തീർക്കാനായി ഞാൻ ചോദിച്ചു, അതെന്താ, ദയക്ക് വേറെ ആരും ഇഷ്ടമാണോ? ഏയ്, അതൊന്നല്ല മാഷേ. ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ആകെയുള്ള മോളാ. എനിക്ക് ഇനി അവരുടെ കൂടെ കുറേ കാലം കഴിയണം. പെട്ടെന്ന് കല്യാണം കഴിഞ്ഞാൽ പറ്റുമോ? കാണാൻ വരുന്ന കോന്തനോട് ഇത് വല്ലതും പറഞ്ഞാൽ മനസ്സിലാവൂ. രഹസ്യമായിട്ട് ഞാൻ ദേവിയോട് പറഞ്ഞതാ, അവൻ്റെ കയ്യോ കാലോ ചെറുതായിട്ടൊന്ന് പഞ്ചറാക്കി തരണമെന്ന്. എന്നിട്ടിപ്പം പഞ്ചറായത് ഞാൻ. ഇഷ്ടക്കേടിന് അവൾ പറഞ്ഞ കാരണം കേട്ട് ചിരിക്കണോ അതോ കരയണോ എന്ന് തോന്നിപ്പോയി എനിക്ക്. അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞും ചിരിച്ചും ഒടുവിൽ ട്രിപ്പ് തീർന്നപ്പോൾ അവളുടെ കയ്യിൽ നിന്ന് അച്ഛൻ്റെ നമ്പർ വാങ്ങി വിളിച്ച് ആ അച്ഛൻ്റെ കൂടെ അവളെ വിടുമ്പോൾ തിരിഞ്ഞെന്ന് അച്ഛൻ എന്നോടായി പറഞ്ഞു, ഋഷിയല്ലേ, എന്തായാലും താങ്ക്സ്, എൻ്റെ മോളെ വഴിയിലിട്ട് മുങ്ങിക്കളയാതിരുന്നതിന്. ഞാൻ വെറുതെ ഒന്ന് ചിരിച്ചു. അച്ഛൻ്റെ മോളെ എനിക്ക് തന്നേക്കാമോ എന്നെനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു. അച്ഛൻ്റെ വിരലിൽ തൂങ്ങി നടന്നു പോകുന്ന അവൾ നോക്കി അങ്ങനെ നിൽക്കുമ്പോഴാണ് ഫോൺ ബെല്ലടിച്ചത്. ആനന്ദിൻ്റെ വീട്ടിൽ ചെന്ന് വണ്ടിയുമെടുത്ത് വീട്ടിലെത്തിയപ്പോൾ സമയം 8 മണി ആവാറായിരുന്നു. TV കാണുമ്പോഴും ആഹാരം കഴിക്കുമ്പോഴും മനസ്സ് നിറയെ അവളായിരുന്നു. ഒരിക്കൽ കൂടി അവളെ ഒന്ന് കാണാൻ കഴിയണമെന്ന് പ്രാർത്ഥിച്ച് കിടക്കാൻ ഒരുങ്ങുമ്പോഴാണ് അമ്മ മുറിയിലേക്ക് വന്നത്. മോനെ, ആ ബ്രോക്കർ വിളിച്ചിട്ടുണ്ടായിരുന്നു, നീ ആ കുട്ടിയെ നാളെ ഒന്ന് പോയി കാണും. കേട്ടെടുത്തോളം നല്ല ആലോചനയാണ് മോനെ. പറ്റൂച്ച നിന്റെ ലീവ് കഴിയുന്നതിന് മുമ്പേ നടത്തണം. അമ്മ പറഞ്ഞത് എനിക്കെന്തോ എതിർക്കാനായില്ല. 2 കൊല്ലം കൂടിയാണ് ലീവിന് വന്നത്. അമ്മയെ കണ്ണുനിറയെ കാണാൻ പറ്റുന്നതും ഈ ദിവസങ്ങളിലാണ്. അതുകൊണ്ട് നാളെ എന്തായാലും ഒന്ന് പോയേക്കാം. അമ്മയോട് സമ്മതം പറഞ്ഞ് ഉറങ്ങാനായി കിടക്കുമ്പോഴും അവളുടെ കുസൃതി നിറഞ്ഞ ചിരിയും കണ്ണുകളും മാത്രമായിരുന്നു മനസ്സ് നിറയെ. പിറ്റേന്ന് രാവിലെ ഏകദേശം ഒരു 12:30 ഞാനും എൻ്റെ 2 കൂട്ടുകാരും ബ്രോക്കറും കൂടി പെണ്ണിൻ്റെ വീട്ടിലെത്തി. ജീവിതത്തിൽ ആദ്യത്തെ പെണ്ണുകാണലായതുകൊണ്ട് കുറച്ചൊന്നല്ല ഞാൻ വിയർത്തത്. കാറിൽ നിന്നിറങ്ങി ഞങ്ങളെ സ്വീകരിക്കാൻ പുറത്തു നിന്നിരുന്ന ആളെ കാണിച്ച് ബ്രോക്കർ പരിചയപ്പെടുത്തി. മോനെ, ദേ ഇതാണ് പെണ്ണിൻ്റെ അച്ഛൻ, രാമകൃഷ്ണൻ. സത്യത്തിൽ പെണ്ണിൻ്റെ അച്ഛനെ കണ്ട് ചില്ലറ ഞെട്ടലല്ല എനിക്കുണ്ടായത്. ആള് മാറിയതാണോ എന്നറിയാൻ തലയൊന്നു കുടഞ്ഞ് ഞാൻ വീണ്ടും നോക്കുന്ന കണ്ട് പുള്ളി ഒരൊറ്റ ചിരി. സൂക്ഷിച്ചു നോക്കേണ്ടടോ, ഇന്നലെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടയാൾ തന്നെയാ. ആഹാ, നിങ്ങൾ തമ്മിൽ നേരത്തെ അറിയോ? ബ്രോക്കർ ചോദിച്ചു. ഉവ്വെടോ, ഇന്നലെ എൻ്റെ മോളെ പന്തിന് എറിഞ്ഞിട്ട് ദേ ഈ മഹാനാ. പിന്നെ ഒരു കൂട്ടച്ചിരിയായിരുന്നു. എൻ്റെ കയ്യിൽ പിടിച്ചകത്തേക്ക് കയറ്റുമ്പോൾ ഞാൻ അച്ഛനോട് സ്വകാര്യം പോലെ പറഞ്ഞു, പിന്നെ അച്ഛൻ്റെ മോളെ എനിക്ക് തന്നെ തന്നേക്കണേ. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ചിരിച്ചെന്നെ പിടിച്ച് സോഫയിൽ ഇരുത്തിയിട്ട് അകത്തേക്ക് നോക്കി പറഞ്ഞു, സുധേ, മോളോട് ചായ കൊണ്ടുവരാൻ പറ. അകത്തേക്ക് ഇടം കണ്ടിട്ട് നോക്കിയാൽ ഞാൻ കണ്ടു പ്ലാസ്റ്റർ ഇട്ട് ഇടത് കൈയും താങ്ങി അമ്മയുടെ പിന്നാലെ വരുന്ന എൻ്റെ പെണ്ണിനെ. അച്ഛനടുത്ത് വന്ന് തലകുനിച്ച് നിൽക്കുന്ന അവളെ കണ്ണു നിറയെന്ന് നോക്കിയിട്ട് ഞാൻ ചോദിച്ചു, കുട്ടിയുടെ കൈക്ക് എന്തു പറ്റിയതാ? എൻ്റെ സ്വരം കേട്ട് ഒരു ഞെട്ടിലൂടെയാണ് അവൾ എന്നെ നോക്കിയത്. അങ്ങനെയൊരു ഞെട്ടൽ ജീവിതത്തിൽ ഇന്നേവരെ അവൾക്കുണ്ടായി കാണില്ല. ഞാൻ അവളെ നോക്കിയെന്ന് ചിരിച്ചു. വേണമെങ്കിൽ ചെക്കനും പുള്ളിനൊന്ന് സംസാരിക്കാട്ടോ. അവളോടൊന്ന് തനിച്ച് സംസാരിക്കാൻ ആഗ്രഹിച്ചപ്പോഴാണ് ബ്രോക്കർ അതിന് വഴിവെട്ടി തന്നത്. എല്ലാവരുടെയും അനുവാദത്തോടെ സംസാരിക്കാനായി ഞാൻ അവളെയും കൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി. മുഴുവൻ പൂത്ത് നിൽക്കുന്ന ഒരു പവിഴമല്ലി മരത്തിൻ്റെ തണൽ പറ്റി നിന്നുകൊണ്ട് യാതൊരു മുഖവുരയുമില്ലാതെ ഞാൻ പറഞ്ഞു, ഇന്നലെ താൻ പറഞ്ഞ കോന്തൻ ഞാനായിരുന്നല്ലേ? അതെ, ഓപ്പണായിട്ട് പറയട്ടോ. ഇന്നലെ എപ്പോഴോ മുതൽ ദയയെ ഞാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. ഒരിക്കൽ കൂടി ദയൊന്ന് കാണണം, എൻ്റെ ഇഷ്ടം ദയ അറിയിക്കണമെന്നൊക്കെ മനസ്സിൽ ഉറപ്പിച്ചതാ. ഇവിടെ വന്നപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ലൈഫിൽ ആദ്യമായിട്ട് ഇഷ്ടം തോന്നിയ പെണ്ണ് ദയയാണ്. പൊന്നുപോലെ നോക്കിക്കോളാം ഞാൻ. എൻ്റെ പെണ്ണാണെന്ന് ഞാൻ ഉറപ്പിച്ചോട്ടെ. കുറച്ചു നേരം മൗനമായി നിന്നതിന് ശേഷം എന്നെ നോക്കി നിന്ന് ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, ഒന്നും തോന്നരുത്, എനിക്ക് താല്പര്യമില്ല, എനിക്ക് വേറൊരാളെ ഇഷ്ടമാണ്. അപ്പോൾ ഇന്നലെ പറഞ്ഞ് ഇങ്ങനെയല്ലല്ലോ, ആരോടും ഇഷ്ടമല്ലെന്നല്ലേ പറഞ്ഞ്? ഉള്ളിലെ സങ്കടം പുറത്ത് കാണിക്കാൻ ഞാൻ ചോദിച്ചു. അപ്പോൾ എനിക്ക് ഇഷ്ടമുണ്ടായില്ല, പിന്നെ ഇഷ്ടമുണ്ടായി. ഒരു കുസൃതി ചിരിയോട് അവൾ പറഞ്ഞു. എന്താ മനസ്സിലായില്ല? ആ മാഷേ, അതന്നെ, ആ ചെക്കനെ എനിക്ക് ആദ്യം ഇഷ്ടമായില്ല. ദേ ഇത് കണ്ടോ, പന്തുകൊണ്ട് എറിഞ്ഞ് എന്നെ ഉരുട്ടിയിട്ടിൻ്റെ കൈ ഒടിച്ച ആ ചെക്കനോട് ഭയങ്കര ദേഷ്യമായിരുന്നു ആദ്യം. പിന്നെ 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 അവൾക്കരികിലേക്ക് ഒന്നുകൂടി ചേർന്ന് നിന്നിട്ട് ഞാൻ ചോദിച്ചു. നാണം നിറഞ്ഞ കണ്ണുകളോട് എന്നെ നോക്കി നിന്ന് ചിരിച്ചിട്ട് പോവാൻ തുടങ്ങിയ അവളുടെ വിരൽ തുമ്പിൽ പിടിച്ചു നിർത്തിയിട്ട് ഞാൻ എൻ്റെ ചോദ്യം ആവർത്തിച്ചു.
എന്റെ പെണ്ണാണോ? എന്നെ നോക്കിയൊരു കുസൃതി ചിരിയോടെ എന്റെ കൈ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് കാന്താരി പറയുക, ഇനിതേ ഈ ചെക്കന്റെ പെണ്ണാണ് ദയ. ഇല്ലെങ്കിൽ ചെക്കൻ ഇനി ഏതെങ്കിലും പെണ്ണിനെ പന്തറിഞ്ഞു വീഴ്ത്തി ആശുപത്രിയിൽ കൊണ്ടുപോയാലോ? അയ്യടാ, അങ്ങനെ ഇപ്പം വേണ്ട. ഇല്ല, പന്തിനി ഞാനെന്റെ കാലോട് തൊടില്ല. എന്റെ ഈ കാന്താരിയാണ് വാക്ക്. ഒരൊറ്റ നിമിഷം കൊണ്ട് പ്രണയം തോന്നിപ്പിച്ചവൾ, അത്രമേൽ സ്വന്തമാക്കാൻ കൊതിച്ചവൾ, സ്വന്തമായതിൻ്റെ അടങ്ങാത്ത സന്തോഷത്തോടെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവൾക്ക് വാക്ക് കൊടുക്കുമ്പോൾ അവളെ ഒന്ന് കെട്ടിപ്പിടിച്ച് ആ താമരക്കവളിൽ ഒരു കടി കൊടുക്കാൻ തോന്നിയിരുന്നു എനിക്ക്. അവൾക്ക് വാക്കുകൊടുത്ത് ആ വീടിൻ്റെ പടിയിറങ്ങിയതിൻ്റെ 15-ാം നാൾ ഞങ്ങൾ ഒന്നാവുകയായിരുന്നു. അവളുടെ കണ്ണിലെ തിളക്കവും ചുണ്ടിലെ കുസൃതി ചിരിയും എൻ്റെ മാത്രമാവുകയായിരുന്നു.